Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വീക്കിലെ NXT ആൻഡ് സ്മാക്ക് ഡൗൺ? NXT സ്മാക്ക് ഡൗൺ അത്യാവശ്യം നല്ലൊരു ഇവന്റ്സ് ആയിരുന്നു. രണ്ടും ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത കുറച്ച് സെഗ്മെന്റുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് അതുണ്ടായിരുന്നു. NXT-യിൽ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ഈതൻ പേജിന്റെയും ഷിലോ ഹെതുമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത്. അതൊരു നല്ലൊരു ഇത് തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാം ഈതൻ പേജിന്റെ കള്ളക്കളികളും ആ ഒരു ഹീൽ ടേണും കാര്യങ്ങളും ഹീൽ ക്യാരക്ടറിന്റെ പുള്ളിയുടെ പരിപാടി മികച്ച രീതിയിൽ തന്നെ പുള്ളി പെർഫോം ചെയ്തു. സംഗതി നൈസ് ആയിരുന്നു. ആ ഒരു മാച്ചാണ് സ്പെസിഫിക്കലി NXT-യിൽ ഉണ്ടായിരുന്നതിൽ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മാച്ച് എന്ന് പറയാനുണ്ട്. പിന്നെ ഈതൻ പേജിനെ പിന്നെ നമുക്ക് പറയേണ്ട ഒരാവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് അടുത്ത കോളപ്പം മിക്കവാറും ഈതൻ പേജ് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നുന്നു. ആർക്കറിയാം. ഈതൻ പേജിൻ്റെ മാച്ചിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് അവന് മോസ്റ്റ് നമ്പർ ഓഫ് സക്സസ്ഫുൾ നോർത്ത് അമേരിക്കൻ ടൈറ്റിൽ ഡിഫൻസ് ഇപ്പം അവൻ്റെ പേരിലാണ്. അപ്പം അതാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തൊരു കാര്യം. പിന്നെ അവന് ഇപ്പം ഉടനെ തന്നെ ലോങ്ങസ്റ്റ് ട്രെയിനിങ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യനും ആകാൻ ഉള്ള പ്ലാനാണ്. അപ്പം അത് രണ്ടുമാണ് മെയിനായിട്ട് അതിനകത്തുണ്ടായിരുന്ന സ്റ്റോറി. പിന്നെ എൻഡിങ് മൈൽസ് ബോണിനുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഈതൻ പേജ് കൊടുക്കുന്നതായിട്ടാണ് അത് അവർ എൻഡ് ചെയ്തത്. അപ്പം മൈൽസ് ബോണാണ് അടുത്ത ചലഞ്ചർ. അപ്പോൾ നമുക്ക് മനസ്സിലാകാം മിക്കവാറും ഇതൊരു മെയിൻ റോസ്റ്റർ കോളപ്പിന് മുമ്പ് ഒരു പക്ഷേ ഉള്ള ഒരു ടൈറ്റിൽ ചേഞ്ച് ആകാം. മൈൽസ് ബോണിനെ ചാമ്പ്യൻ ആക്കാൻ വേണ്ടി ആകാം ഇനിയുള്ള ഈ റെസ്ൽമേനിയ ഒന്നെങ്കിൽ വീക്കെൻഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇനിയുള്ള NXT-യുടെ മെയിൻ ഒരു ഇതിലോട്ട് അവരത് കണക്ട് ചെയ്യുന്ന മിക്കവാറും അങ്ങനെയായിരിക്കും. അതെ, ലോങ്ങസ്റ്റ് ട്രെയിൻ ഇപ്പത്തെ എനിക്ക് ഓബാഫെമിയുടെ ആണെന്ന് തോന്നുന്നു. ഓബാഫെമിയുടെ തൊട്ട് പുറകിലാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയെന്ന് തോന്നുന്നു. 1 ഇയർ പീരീഡ് അടുത്താവാറായല്ലേ? കഴിഞ്ഞ മെയിലാണ് പേജ് ചാമ്പ്യൻ ആയത്. ശരി. പിന്നെ NXT-ൽ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വാനിറ്റി പ്രൊജക്ട് നമ്പർ 1 കണ്ടൻഡർ ആയി. ബ്രാഡ് ബെയ്ലറും റിക് സ്മോക്സ് വാനിറ്റി പ്രൊജക്റ്റിൽ നമ്പർ 1 കണ്ടൻഡർ ആയി NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്. അപ്പോൾ അത് അവരാണ് അതും ഇതുപോലെ തന്നെ ഇപ്പോൾ ഈതൻ പേജുമായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരൊരു ചെറിയൊരു ഹീൽ ടീം പോലെ ഒരു സെറ്റപ്പിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതും നമുക്ക് വരുന്ന ആഴ്ചകൾ കാണാം. അത് നല്ലൊരു കോമ്പിനേഷനാണ് ശരിക്കും. ഈതൻ പേജിൻ്റെ ശിങ്കടികളായിട്ട് 3 പേര് കൂടെ ഉള്ളത് നല്ലൊരു അവൻ്റെ ഹീൽ വർക്കിന് പറ്റിയൊരു സെറ്റപ്പാണ്. അതെ അതെ. ഇപ്പൊ ഈതൻ പേജ് ആക്ച്വലി ഇനി 3 ഡേയ്സും കൂടെ കഴിഞ്ഞാൽ പിന്നെ ലോങ്ങസ്റ്റ് ട്രെയിനിങ് ചാമ്പ്യൻ. ഓക്കെ, നൈസ്. അത് കൊള്ളാം. പിന്നെ വേറെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. കെൽനി ജോർഡനും ഒരു ലോല വൈസുമായിട്ടുള്ള അതിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോല വൈസിന്റെ കൈ ഇഞ്ചുറി ആക്കിയിട്ട് കെൽനി ജോർഡൻ ലോല വൈസിനെ ടാപ്പ് ഔട്ട് ചെയ്യിച്ചു. അതാണ് സ്റ്റോറി. അതായിരുന്നു ലോല വൈസ് ടാപ്ഡ് ഔട്ട്. അതെ അതെ. പിന്നെ ഷാരിയ ഒരു സേവ് ചെയ്യുന്ന ഒരു ടൈറ്റിൽ ഇൻഫ്ലുവൻസുമായിട്ട് അതെ അതെ ഷാരിയ സേവ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് അത് നൈസായിരുന്നു ആക്ച്വലി. ഷാരിയ ഇവരുടെ തമ്മിലുള്ള ആ ഒരു ടെൻഷനും അല്ലേ, ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ പോകുന്നൊക്കെ. ഇത് സമയം പറഞ്ഞ് ഇത് തീർക്കേണ്ട സമയമായി. കാരണം കുറച്ച് വലിച്ചു നീട്ടി ഇവർ ഈ ഒരു സെഗ്മെന്റ്. ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഇവരെങ്ങനെയാണ് ഇത് തമ്മിൽ അവസാനം അടി ഉണ്ടാവും. ഹീൽ ടേൺ ഉറപ്പിച്ച കാര്യമാണ്. അപ്പം സാരിയ ഒരുപക്ഷെ അടുത്ത ആഴ്ച ചാമ്പ്യൻഷിപ്പിനിടയ്ക്ക് ഹീൽ ടേൺ സാരിയുടെ ഹീൽ ടേൺ കാണാതിരിക്കും. ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും അവർ. അതാണ് മെയിൻ എൻഡ് ഗെയിം. ഈ സോൾഡർക്കോ എന്നാളും മെയിൻ റോസ്റ്റർ റെഡിയാണ്. എപ്പോൾ വേണമെങ്കിലും സോൾഡറൊക്കെ മെയിൻ റോസ്റ്ററിലോട്ട് എടുക്കും. അത് ഓൾറെഡി ഫിക്സ് ചെയ്തു. ചെറിയൊരു ക്യാരക്ടർ ചേഞ്ച് ഒക്കെ കൊടുത്ത് സോൾഡറൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടിയാണിപ്പം മെയിൻ റോസ്റ്ററിലോട്ട്. അപ്പം ചെറിയൊരു എഡ്ജീനെസ് ഒക്കെ കാണുമായിരിക്കും ആ ക്യാരക്ടർ ചേഞ്ച്. ഇപ്പം സോൾഡറൊക്കെ മൈക്ക് എടുത്ത് സംസാരിക്കാൻ തുടങ്ങി NXT-ൽ.
അതൊക്കെ അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ഒരു ചെറിയ ഈ തീം സോങ്ങും ഒക്കെ മാറ്റി ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ഒരു റിഫ്രഷ് ചെയ്തൊരു സെറ്റപ്പിലോട്ടായിരിക്കും മെയിൻ റോസ്റ്ററിലോട്ട് കൊണ്ടുവരുന്നത്. അതെ, സോൾഡർക്ക് എടുത്തു പറയേണ്ട ഒരു NXT ക്യാരക്ടർ തന്നെയാണ്. ഇപ്പൊ ശരിക്കും വിമൻസ് ഡിവിഷനിൽ സോൾഡർക്ക് ഒരു ഇത് തന്നെയാണ് ഒരു ഹൈലൈറ്റ് റിയലാ. കാരണം സോൾഡർക്കാടെ ഫിനിഷർ അതാണ് ഈ പ്രോ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ഫിനിഷർ എന്ന് ഇപ്പൊ പറയപ്പെടുന്നത്. അത് തന്നെയാണ് സോൾഡർക്കാടെ ഹൈലൈറ്റ്. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ പറയുമ്പോഴത്തേനും സ്മാക്ക് ഡൗണിലെ മെയിൻ എവന്റിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. അലസ്റ്റർ ബ്ലാക്കും റാൻഡി ഓർട്ടന്റെയും മെയിൻ എവന്റ് ആക്ച്വലി ഡ്രൂ മാക്കിൻഡയർ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്തു. എന്നിട്ട് പക്ഷേ അലസ്റ്റർ ബ്ലാക്ക് വിക്ടറീസ് ആയി മിക്കവാറും. അതൊരു ഇതായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല എങ്ങനെയാണ് അവർ എന്തിനാണ് മെയിൻ ഇവന്റ് ആദ്യം വെച്ചെന്ന് ഞാൻ ഓർത്ത്. കാരണം മെൻസ് എലിമിനേറ്റർ ഇതുണ്ടായിരുന്നു, എലിമിനേഷൻ ചെയ്യുമ്പോൾ ക്വാളിഫയർ ഉണ്ടായിട്ടും എന്തിനത് വെച്ചെന്ന് ഓർത്തു. പക്ഷെ ആ ഒരു ഇൻവോൾവ്മെന്റ്, ഡ്രൂവിന്റെ ഇൻവോൾവ്മെന്റും പിന്നെ കോടി വന്ന് ഡ്രൂവിന്റെ പുറകെ ചേസ് ചെയ്തു, അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നൈസ് ഒരു ഇത് തന്നെയായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ അലിസ്റ്റർ ബ്ലാക്കിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവന് ഒരു ഡാർക്ക് സിനിസ്റ്റർ ക്യാരക്ടർ. അപ്പം അലിസ്റ്റർ ബ്ലാക്കിന്റെ ഒരു റാൻഡിയുടെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു മാച്ചിന് മുമ്പ് ബാക്ക് സ്റ്റേജിൽ. പഴയ റാൻഡി എന്തുകൊണ്ടാകുന്നില്ല, പണ്ട് ചെയ്ത് ആ തൊഴിക്കുന്ന മൂവ് ചെയ്ത് എല്ലാവരും വിറപ്പിച്ച റാൻഡി, അല്ലെങ്കിൽ ആ സിനിസ്റ്റർ ആയിട്ടുള്ള റാൻഡിയെ ആണ് എന്നുള്ള രീതിയിൽ പണ്ട് ചെയ്ത് അത് തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു സൈഡിലോട്ടാണ് അവർ ശരിക്കും കൊണ്ടുവരുന്നത്. ഒരു ഡാർക്ക് റാൻഡി, പഴയ റാൻഡിയെ ലോട്ട് ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. അപ്പം അലിസ്റ്റർ ബ്ലാക്കിൻ്റെ ആ ഡാർക്ക് സൈഡിലൂടെ റാൻഡി ആ ഡാർക്ക് സൈഡിലോട്ട് മാറാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ടീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യം. കാരണം റാൻഡി ഫേസ് ആയിട്ട് കുറേ ആയി, നമുക്കൊരുമാതിരി മടുപ്പായി. കാരണം നമുക്കറിയാം റാൻഡി ലെജൻഡ് റാൻഡിയാണ്. ഔട്ട് ഓഫ് നോവെയർ ആർക്കേ വരും, അതെല്ലാം നമുക്കറിയാം. അവൻ്റെ ക്യാരക്ടർ നമുക്കിപ്പം അറിയാം. പക്ഷെ ഇച്ചിരി കൂടെ ഒരു ചേഞ്ച് വേണം. ഒരു ചാമ്പ്യൻ മെറ്റീരിയൽ ഇനി ആകണം. ഇനി ഒരു ചാമ്പ്യൻഷിപ്പ് ഒക്കെ വരണമെങ്കിൽ, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് കൊണ്ടുവരുന്നത് നല്ലതാണ്. പഴയ മറ്റേ സിനിസ്റ്റർ വെറുപ്പിക്കുന്ന റാൻഡി, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള റാൻഡി ഓട്ടനെ കൊണ്ടുവരുന്ന എപ്പോഴും നല്ലൊരു കാര്യം. അതെ അതെ, അതൊരു ഇത് തന്നെ. നമ്മുടെ എല്ലാവരും എനിക്കൊന്ന് ലാസ്റ്റ് ക്യാരക്ടർ ചേഞ്ച് ഈവൻ വന്നതുപോലെ എനിക്ക് RK ബ്രോ ആ ഒരു ഉണ്ടായിരുന്ന മാട്രിഡിലായിട്ടുണ്ടായിരുന്ന ഒരു ഇതിലായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് റാൻഡി ഓട്ടന് വന്നില്ല. പിന്നെ എടുത്തു പറയാനുള്ള ഒരു വേറെ ഇതെന്ന് പറഞ്ഞാൽ ടോമറ്റോങ്ക ഇലിയ ഡ്രാഗനോഫിനെ ഡിഫീറ്റ് ചെയ്യും. ഈവൻ ദോ ടോങ്കയുടെയും JC മെറ്റയുടെയും അസിസ്റ്റൻസ് കൂടെയാണ്. അത് നമുക്കറിയാം, നമുക്കത് MFT അവിടെ നിൽക്കുന്നത് എങ്ങനെ പോയാലും അങ്ങനെ ആയിരിക്കും എന്നറിയാം. പക്ഷെ സ്റ്റിൽ ഹാപ്പി. കാരണം കഴിഞ്ഞ വീക്കിൽ ഷിൻസ്കെ ആയിട്ട് വിക്ടോറിയസ് ആയി, തൊട്ട് പുറകെ ഇലിയ ഡ്രാഗനോവായി വിക്ടോറിയസ് ആയതും അതും എന്തോ മുന്നിൽ കാണുന്നുണ്ട്. ടോമറ്റോങ്കയുടെ ആ ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളും. അങ്ങനത്തെ കുറച്ച് സെഗ്മെന്റ് ഒക്കെ തീർച്ചയായിട്ടും കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂ ജപ്പാനിലെ ടോമറ്റോങ്ക ഹിസ്റ്ററി വെച്ച അങ്ങനെ ഒരു കണക്ഷനിലാണ് ഇപ്പോൾ അവർ ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യാൻ നോക്കുന്നത്. ഷിൻസുക്കെ നാക്കമുറ ഇറക്കിയത് പോലും അതിനു വേണ്ടിയാണ്. ഷിൻസുക്കെ നാക്കമുറ ആയിട്ടുള്ള മാച്ചിലൂടെ അവരുടെ പഴയ ഹിസ്റ്ററി അവർ എന്നാ പറയുന്ന ഒന്ന് WWE ഓഡിയൻസിന്, ഈ WWE ഓഡിയൻസിന് ഒത്തിരി വലിയ അങ്ങോട്ട് പരിചയമില്ല ഈ ന്യൂ ജപ്പാൻ സ്റ്റൈൽ ഓഫ് റെസ്ലിംഗ്, അല്ലെ അങ്ങനത്തെ സ്റ്റോറികളൊന്നും ഒത്തിരി ഫോളോ ചെയ്യുന്നില്ല. ഏജ സൈൽസും ഫിൻ ബാലറും പോയി, അല്ലെങ്കിൽ ഏജ സൈൽസ് പോയതോടെ ഇച്ചിരി കൂടെ ഒരു ഓഡിയൻസ്, WWE ഓഡിയൻസ് അത് കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞാലും ആ ഒരു ഹിസ്റ്ററി അവർ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുന്ന ആയിരുന്നു. അത് ടോമറ്റോങ്കയ്ക്ക് ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ഈ എപ്പോഴും ഒരു സൈഡ് കിക്ക് എന്നുള്ള രീതിയിലല്ലാതെ ടോമറ്റോങ്കയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വർക്കറാണ്. ഒരു സിംഗിൾസ് ലെവൽ ഒരു പെർഫോമർ ആവുന്ന രീതിയിൽ അവർക്ക് ഒന്ന് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത്. അതെ അതെ അതെ, ഇപ്പോ എനിക്ക് തോന്നുന്നത് ഫോർമർ IWGP ടാഗ് ടീം ചാമ്പ്യൻ ആയിരുന്നു, 7 times ആക്ച്വലി ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ നെവർ ഓപ്പൺ വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് 4 times. അതെ അതെ, വേൾഡ് ടാഗ് ലീഗില് ടാങ്കലോവ ആയിട്ട് തന്നു. പിന്നെ CMML വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ്, ROH വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എല്ലാം ടോമറ്റോങ്കയ്ക്കുള്ള ഒരു ഇതാണ്. നമുക്ക് ഫ്യൂച്ചർ എപ്പോഴും
എങ്ങനെ ആയിരിക്കും എന്നറിയില്ല, പക്ഷെ ഹോപ്പ്ഫുള്ളി ഉം. ഫിംഗേഴ്സ് ഒരു മിഡ് കാർഡറിന് കൊടുക്കാനും വലിയ പാടൊന്നുമില്ല. ഇപ്പം ജെ യൂസോയ്ക്ക് കൊടുക്കാമെങ്കിൽ ടാമറ്റോങ്ങക്ക് തന്നെയാണല്ലോ ഒരു മിഡ് കാർഡറിനേലും കൊടുക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അതെ 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 അതെ, അത് ശരിയാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിയാന ജെയിംസ് ആക്ച്വലി ക്വാളിഫൈ വിക്ടോറിയസ് ആയല്ലേ. ആയി. ഷാർലറ്റിന് പിൻ ചെയ്ത്. പിന്നാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ അന്നേരം ആ ന്യായ ദിവസം ഷാർലറ്റ് ഫ്ലെയറിന്റെ മാച്ച് നമുക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് പിൻ ചെയ്ത ആ ഒരു നല്ല സീക്വൻസ്. നല്ലൊരു അത് അതെ അതെ ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഈ ഷാർലറ്റ് ഭയങ്കര മതിപ്പാക്കി കിയാന ജെയിംസിനെ. അവർ ഇപ്പം പേഴ്സണലി അവർ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മൾ എന്നാ പറയുന്നത് ബാക്കിൽ കാണാറുണ്ട്. അപ്പം കിയാന ജെയിംസിന് അടിപൊളി ഒരു പെർഫോമറാണ്. ഭാവിയിലോട്ട് വിമൻസ് ഡിവിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന carry ഒരു ചെയ്യാൻ ഒരു പറ്റും. അതെ അതെ ഒരാളാണ്. അപ്പം ആ അതെ രീതിയിലാണ് അതെ അവർ കണ്ടേക്കുന്നത്. അവർക്ക് ഇപ്പം WWE ഹയറപ്സിനും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് കിയാന ജെയിംസിൽ. അപ്പം അതെ അത് നമുക്ക് കാണാനുണ്ട്. എനിക്ക് തോന്നുന്നത് ഷാർലറ്റ് ഫ്ലെയറും അതിനകത്ത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഷാർലറ്റ് ഫ്ലെയറിനെ പ്രത്യേകിച്ച് അതെ വിൻ ചെയ്യുന്നത്. അപ്പം അത് നല്ലൊരു അതെ കാര്യമാണ്. എനിക്കത് പ്രത്യേകം ഇഷ്ടപ്പെട്ടു. റിഫ്രഷിങ്. കാരണം എല്ലാം എപ്പോഴും അലക്സാ ബ്ലിസ്, ആസ്ക, ഷാർലറ്റ് ഫ്ലെയർ ഇവരെല്ലാം എപ്പോഴും ടൈറ്റിൽ പിക്ചറിലാണ്. ഈ ഇച്ചിരൂടെ ഈ പുതിയ അതെ അതെ ആൾക്കാരൊക്കെ കയറി വരട്ടെ. അവർക്കൊരു മെയിൻ ഇപ്പോൾ ഈ ജെയ്ഡ് കാർഗിലിനെ പുഷ് ചെയ്യുന്ന പോലെ കിയാന ജെയിംസിന് അവസരം കൊടുത്താൽ പുള്ളിക്കാരി അത് അടിപൊളിയാക്കും. ജെയ്ഡ് അതെ കാർഗിലിന് അതെ കിട്ടിയതിനേക്കാളും അടിപൊളിയായിട്ട് ആ അവസരം കിയാന മുതലെടുക്കും. കാരണം അത്രയ്ക്ക് നല്ലൊരു പെർഫോമറാണ്. അതിനുള്ള മൈക്ക് സ്കില്ലും ഉണ്ട്. കിയാനയുടെ NXT ഡേയ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും കിയാന എന്തോ നല്ല വർക്കറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അതെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ വന്ന എനിക്ക് ഉടനെ കുറച്ച് തോന്നുന്നു. ഇഞ്ചറി പറ്റി. അതാ പറ്റിപ്പോയ കിയാനയ്ക്ക്. അതെ അതെ, അത് വെച്ചാൽ ഒരു കണക്കിന് ഇപ്പം അതായിരിക്കും അവരുടെ സ്റ്റോറിയും പോകുന്നത്. മീൻസ് ഇപ്പൊ US ടൈറ്റിൽ ചിലപ്പം റെസ്ൽമേനിയയിൽ കിയാന എടുക്കാനുള്ള ഒരു ഇതായിരിക്കാം. മേ ആയിരിക്കാം. ബി ആർക്കറിയാം. ഹോപ്പ്ഫുള്ളി അങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കാം. കാരണം അതൊരു നല്ലൊരു ആംഗിൾ ആയിരിക്കും. ഇപ്പം അത് ജൂലിയ US ടൈറ്റിൽ എടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. അതില് പക്ഷേ പ്രത്യേകിച്ചൊന്നും അങ്ങനെ നടക്കുന്നില്ല. പക്ഷെ ഇന്നലെ ജൂലിയും റിയ റിപ്ലിയും തമ്മിലുള്ള മാച്ച് അടിപൊളിയായിരുന്നു. റീപ്ലേ, അത് അതെ അതെ, ഈ അത് അടിപൊളിയായിരുന്നു. അത് മെൻഷൻ ചെയ്യേണ്ടതാണ്. അത് ശരിയാണ്. ജൂലിയയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജൂലിയ ജപ്പാൻ സ്ട്രോങ് സ്റ്റൈൽ ടൈപ്പ് റെസ്ലിംഗാണ്. അപ്പം അതെ, അതിൽ നിന്ന് അതിപ്പോ ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് നമ്മളിപ്പോ ആയാൽ ഇച്ചിരി ആക്ച്വലി ആസ്കയുടെ ആണെങ്കിലും നമുക്ക് ഈ നമുക്ക് സംഗതി മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവരാ ഒരു മാച്ചിൽ അത് തന്നെ നമ്മൾ ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല ആക്ച്വലി ആൾക്കാർക്ക്. അതാണ് പറ്റിപ്പോകുന്നത് ഇപ്പം. ഇപ്പം ഇന്നലത്തെ അത്യാവശ്യം മാച്ച് സൂപ്പറായിരുന്നു. റിയ റിപ്ലിയും ജൂലിയയും നല്ലതായിരുന്നു. ജൂലിയയുടെ ആ ഒരു സ്ട്രോങ് സ്റ്റൈൽ സൈഡ് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കിയാന ജെയിംസ് പ്രത്യേകിച്ച് കിയാന ജെയിംസ് നായ ജാക്സൺ എടുത്ത് സമോൺ ഡ്രോപ്പ് അടിക്കുന്നുണ്ട്. അത് ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആക്കി. അത് കഴിഞ്ഞ് കിയാന എന്ന് പറഞ്ഞ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ലതാണ്. കാരണം കിയാന ഭാവിയിലോട്ടൊരു ഫേസ് ടേൺ ചെയ്യാനും ഇതൊക്കെ, അല്ലെങ്കിൽ കിയാനയുടെ എഫേർട്ട് ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങിയെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് അത്. ഒരു ഗുഡ് സൈൻ തന്നെയാണ്. അതെ അതെ അതെ. പിന്നെ നമ്മുടെ മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മാച്ച് ട്രിക് വില്യംസും ഡേമിയൻ പ്രൈസും കാർമെലോ ഹേസും. ആക്ച്വലി അതൊരു അത്യാവശ്യം നല്ലൊരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കെമിസ്ട്രിയും കാർമെലോ ഹൈസിന്റെയും റിക് വില്യംസിന്റെയും കെമിസ്ട്രി നല്ല രീതിയിൽ ആ ഒരു ടീം അവർക്ക് അറിയാലോ. അവർക്ക് ആ സംഗതികൾ ഏകദേശം ഡേമിയനായിട്ടുള്ള അതെ അതെ അതെ, ആ ഒരു സംഗതി നല്ല രീതിയിൽ നമുക്ക് ഇത് തോന്നി. പക്ഷേ എനിക്ക് പേഴ്സണലി സംഗതി എന്ന് വെച്ചാൽ ട്രിക് വില്യംസ് നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പവറായി. പിന്നെ പുള്ളിയുടെ വന്നപ്പോഴത്തേന് പവറായി. പക്ഷെ ഇവര് 3 പേര് വെച്ച് നോക്കുമ്പോഴത്തേന് നമ്മള് ആ മാച്ച് മാച്ചിന് തുടങ്ങുന്നതിന് മുമ്പ് ട്രിക്ക് ജയിക്കും എന്നുള്ള ഒരു ഇതിൽ നിന്നപ്പം മാച്ച് കണ്ടപ്പോ എനിക്ക് തോന്നി ട്രിക്ക് ജയിക്കണ്ടായിരുന്നു എന്ന്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഡേമിയനും അറ്റ് ദ സെയിം ടൈം കാർമെലോ ഹേസ് വളരെയധികം അത്ലറ്റ്സ് ആണ്. സംഗതി എല്ലാം പുള്ളി നല്ല രീതിയിൽ ഇത് ചെയ്യുന്നു. സംഗതി സെല്ല് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നൈസായിട്ട് ചെയ്യുന്നു. അതെ, ഡേമിയൻ ആണെങ്കിലും നല്ല രീതിയിൽ ഒരു വെറ്ററൻ ആണ് ശരിക്കും പറഞ്ഞത്. ഇപ്പം പുള്ളിയും ഇവരുടെ കൂടെ ഈ യങ്ങിന്റെ കൂടെ ചെയ്യുമ്പോഴത്തേനും പുള്ളി കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നു. അതേ സമയത്ത് എനിക്ക് ഇവനെന്തോ വയ്യേ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. മീൻസ് അങ്ങനെയാണ് പുള്ളിയുടെ സെറ്റപ്പ്, അങ്ങനെയാണ് പുള്ളിയുടെ ക്യാരക്ടർ വർക്കിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ ഒരു തോട്ട് തോന്നി. എനിവേ ട്രിക്കാണ് വിക്ടറീസ് ആയത്. ട്രിക്ക് ബാക്കിയുള്ളവരുടെ കൂടെ 5ാമത്തെ ആളായിട്ട് ഇപ്പം
ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ചേംബറിൽ കയറാൻ പോകും. ട്രിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ട്രിക്കിൻ്റെ ക്യാരക്ടർ വർക്കില്ല മെയിൻ. ട്രിക്കിൻ്റെ ആ ഒരു ഫ്ലാഷി അല്ലെ ഫ്ലാംബോയൻ സ്റ്റൈലും ക്യാരക്ടറുമാണ് ട്രിക്കിനെ ആൾക്കാരിലോട്ട് ഒന്ന് കണക്ട് ചെയ്യിക്കുന്നത്. അത്ലറ്റാണ്, പക്ഷേങ്കിൽ ഇൻ റിംഗ് സ്കില്ലിൽ ട്രിക്ക് ഇച്ചിരി അവരെ ഇപ്പോൾ കാർമലെ വെച്ച് നോക്കുമ്പോൾ അല്ലെ ഈ പുതിയ യങ് വേവിൽ വന്നിരിക്കുന്ന പുതിയ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ട്രിക്ക് അത്രയ്ക്ക് ഇൻ റിംഗിൽ അത്ര ഒരു ഇതില്ല, പെർഫോമറല്ല. പക്ഷേ ഡെവലപ്പായി വരും. കെമിസ്ട്രി ഉള്ളവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി റെഡിയാവും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഡാമിനുമായിട്ടുള്ള സീക്വൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഓഫ് ഉണ്ട്. ഇപ്പം കാർമലുമായിട്ട് അവൻ കണക്ട് ചെയ്യും, പക്ഷേ ഡാമിൻ പ്രീസ്റ്റുമായിട്ട് അപ്പോൾ അവർ തമ്മിൽ നേരത്തെ ഒത്തിരി വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ ഇത് വരും. അത് നമുക്ക് ചില മാച്ച് കാണുമ്പോൾ നമുക്ക് ഓഫായിട്ട് തോന്നും, ഓഫ് പുട്ടിംഗ് ആയിട്ട് തോന്നും. അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ വർക്കൗട്ടായി വന്നോളും. അപ്പം എല്ലാവരും അന്യ ഇൻഡിങ് പെർഫോമേഴ്സ് ഒന്നും അല്ലല്ലോ. അത് കാരണം പിന്നെ ഇപ്പോൾ ഈ ജോൺസിനെ പറഞ്ഞല്ലോ, ജോൺസിനെ വലിയ ഇൻഡിങ് പെർഫോമർ ഒന്നും അല്ലായിരുന്നു. പക്ഷേ പുള്ളിയുടെ മൈക്ക് സ്കില്ലും പുള്ളിയുടെ ക്യാരക്ടർ വർക്കുമാണ് പുള്ളിയെ ദ ഫേസ് ഓഫ് ദ കമ്പനി ആക്കിയത്. പിന്നെ വർക്ക് എത്തിക്ക്. ഇപ്പം ട്രിക്കിന് അങ്ങനെ ഒരു ക്യാരക്ടർ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഹീലായിട്ട് നിൽക്കാൻ. ഈ പിന്നെ തീം സോങ്, ട്രിക്കിൻ്റെ തീം സോങ് വേറെ ലെവൽ. അത് ബുക്കട്ടിക്ക് ബുക്കട്ടിയാണ് ശരിക്കും അതിന് ഇത് നന്ദി പറയേണ്ടത്. ബുക്കട്ടിയാണ് ഇത് എലിവേറ്റ് ചെയ്യാനായിട്ട് വലിയ ഒരു പങ്ക് വഹിച്ചത്. അപ്പം ആ തീം സോങ് അവന് ഇന്നലെ വന്നപ്പോൾ ഉള്ള എൻട്രൻസിൽ കണ്ട ആ ഒരു എഫക്റ്റ് അടിപൊളിയാണ്. ഓറയുണ്ട്. അതെ അതെ, അതാണ് ശരിയാണ്. അപ്പൊ അത് ഇപ്പം റാൻഡി ഓർട്ടൺ, കോഡി റോഡ്സ്, ജവാൻ എവൻസ്, ട്രിക്ക് വില്യംസ്, LA നൈറ്റ്, ഇത്രയും പേരാണ് മെൻസ് റോയൽ റംബിൾ ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. അതേപോലെ എലിമിനേഷൻ ചേംബറിൽ ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. പിന്നെ വിമൻസ് ചേംബറിൽ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് ടിഫനി, ആസ്ക, അലക്സ, റിയ, ഈ ആഴ്ച കിയാന. ഇനിയിപ്പോൾ ഒരാളും കൂടെ ക്വാളിഫൈ ആവും. ഒരാളും കൂടെ രണ്ടിടത്തിൽ നിന്നും ക്വാളിഫൈ ആവും. ഇത് അടുത്ത മൺഡേയോടുകൂടി അതിന്റെ ഇത് അറിയാൻ പറ്റും. ഏകദേശം ഒരു തീരുമാനമാവും ചേംബർ മാച്ചസിന്റെ. പിന്നെ ബാക്കിയുള്ള ഇപ്പം എനിക്ക് തോന്നുന്നത് WWE ചാമ്പ്യൻഷിപ്പ് ഫാറ്റു വേഴ്സസ് ഡ്രൂ ആണ് എലിമിനേഷൻ ചേംബറിന്റെ ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പം ഇതിപ്പം ഈ സ്റ്റോറി ലൈൻ ഇവന്മാർ എങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യുന്ന എനിക്ക് ഇപ്പോഴും ക്ലിക്കായിട്ടില്ല. കാരണം ചേംബറിൽ കോഡി ഉണ്ട്. അതെ, അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം അവർ തമ്മിൽ വേറെ മറ്റേ ക്ലോസ് ഉണ്ട്. കോഡിക്ക് ചാമ്പ്യൻഷിപ്പിന് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് ഒരുപക്ഷെ കോഡി ഫാറ്റു ആയിരിക്കും ഒരു ഫ്യൂഡ് റെസൽമേനിയയിലോട്ട് ലീഡ് ചെയ്യുന്നത്. റാൻഡി ചിലപ്പം WWE ടൈറ്റിൽ പിക്ചറിലോട്ട് ഒന്ന് പോവായിരിക്കാം. പക്ഷേ അറിയത്തില്ല. ഡ്രൂവിന് എല്ലാവരുമായിട്ട് ഫ്യൂഡ് ഉള്ളൂ. അല്ലെ പിന്നെ ചിലപ്പോൾ ഒരു ഫീഡൽ ഫോർവേ വെക്കുവോ, ട്രിപ്പിൾ ത്രെട്ടോ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനുള്ള ചാൻസ് കുറവാണ്. അതെ അതെ അതെ, അതിനുള്ള ചാൻസ് കുറവാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈവൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിലും ഡ്രൂ പോയി റാൻഡി അറ്റാക്ക് ചെയ്തു. അപ്പൊ എന്താണ് നടക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇതൊരു ഡെഫിനേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണ് ഇപ്പം ഒരു മന്ത് മുമ്പാണെങ്കിൽ ആ ഒരു സംഗതി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. മീൻസ് അത് തന്നെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഒക്കെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. അതിനകത്ത് പിന്നെ സാമിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സാമി തോറ്റുപോയി. സാമിയെ എല്ലാവരും ഇപ്പോൾ കോടിയാണെങ്കിലും സാമിയും കോടിയും തമ്മിലുള്ള സെഗ്മെൻറ്റിൽ സാമി പറയുന്നുണ്ട്, കോടി ചാമ്പ്യൻ ആയപ്പോഴും കോടിക്ക് സപ്പോർട്ട് ആൾക്കാരുണ്ടായിരുന്നു. സോ കോടി അപ്പം സാമിയോടും പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റിൽ പറയും, സാമി നിനക്ക് ജയിക്കാൻ പറ്റുന്നില്ല ഇതുവരെ. അപ്പം ആ രീതിക്ക് സാമി ഒരു ചെറിയൊരു ഹീൽ സൈഡിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പുള്ളിയുടെ സെഗ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു വില്ലൻ ആർക്കിലോട്ടാ പോകുന്നതെന്നുള്ള രീതിയിൽ പോകുന്നു. അത് ഒരു കണക്കിന് നല്ലതാ, ചെറിയൊരു ഡിഫറൻസ് നല്ലതാ. സാമി എപ്പോഴും ഇടയ്ക്കൊന്ന് ഹീലായെന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലനസ് ഹീലിലോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. അത് പക്ഷേ വില്ലനായിട്ടുള്ള ഒരു ചാമ്പ്യൻ ആക്കാനും വേണേ നല്ലതാ. കാരണം നമുക്ക് നല്ലൊരു വില്ലൻ ക്യാരക്ടർ വേണം, എപ്പോഴും വേണം. ഇപ്പോഴത്തെ WWE ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു വില്ലനസ് ഹീല്. ഇപ്പൊ ശരിക്കും ഡ്രൂയുടെ ക്യാരക്ടർ നല്ലതാണ്. പുള്ളി
നല്ല രീതിയിൽ അത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഈതൻ പേജിനെ മെയിൻ റോസ്റ്ററിലോട്ട് കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. പന്നെപ്പോലെ ഒരു ഹീലും അത്യാവശ്യമാണ് മെയിൻ റോസ്റ്ററിൽ. ചതിയനും ഫ്ലൂക്കിൽ ജയിക്കുന്നു, ചാമ്പ്യൻ ആവുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു ഹീലും അത്യാവശ്യം. ഇപ്പം അത് തന്നെ ഓപ്പർച്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം. അത് അത്യാവശ്യം. അത് ഒത്തിരിയായി ഈ WWE ലാക്കിയിരുന്നു. ഈ WWE അത് കഴിഞ്ഞുള്ള ഈ ജനറേഷൻ ഇതുവരെ അവർക്ക് അതുപോലെ കുറച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് WWE ഏറ്റവും വലിയൊരു കുഴപ്പം. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു നമ്മുടെ പഴയ ചെയർമാൻ മിസ്റ്റർ മാൻ കാർ ക്രാഷിൽ പിടിച്ചത് വീഡിയോ ലീക്ക് ആയിട്ടുണ്ട്. വീഡിയോ ഇതിന്റെ ക്യാമ്പിന്റെ ഒരു വീഡിയോ അല്ലേ? അതെ. 100 മൈൽ സ്പീഡിലാണ് പോയി കയറിയത്. എന്നിട്ട് അളിയനോട് ചോദിക്കുമ്പോൾ അളി പറയുന്നുണ്ട്, എനിക്ക് ഈ വണ്ടി ഞാൻ അത്ര ഓടിച്ചിട്ടൊന്നുമില്ല, നല്ല ഭയങ്കര സ്പീഡുള്ള വണ്ടി, എനിക്കത് ഹാൻഡിൽ ചെയ്യാനൊന്നും വലിയ പരിചയമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ബർത്ത്ഡേക്ക് പോയതാണെന്നാണ്, കൊച്ചുമോളുടെ ബർത്ത്ഡേക്ക് പോയതാണ്. എന്താണെങ്കിലും നമുക്ക് അടുത്ത വീക്കിൽ എലിമിനേഷൻ ചേംബറിന്റെ മാച്ചും കുറച്ച് ഉള്ളിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി നമുക്ക് എലിമിനേഷൻ ചേംബറും നമുക്ക് സ്ട്രീം ചെയ്യണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം റോയൽ റംബിൾ ചെയ്തപോലെ തന്നെ നമുക്ക് എലിമിനേഷൻ ചേംബറും സ്ട്രീം ചെയ്യണമെന്നുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് Pro Wrestling Analyst.